ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു സ്കൂൾ കോമ്പറ്റീഷന് വേണ്ടി എടുത്ത ഫ്ലവേഴ്സാണിത്. ഇത് ചിരട്ടയ്ക്കകത്ത് ചെറിയ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിതൊന്ന് പരീക്ഷിച്ചിട്ട് വേണം ഇത് സ്കൂളിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ രാവിലെ നമ്മൾ 3 പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലവർ വൈസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. 3 കളറെ സെലക്ട് ചെയ്താൽ എല്ലാം കൂടെ നമ്മളൊരു ചിരട്ടയിൽ കറക്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ഐഡിയ കപ്പ് എന്തെങ്കിലും ഉണ്ടാക്കും. കപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കട്ടറും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സംഭവം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം മോളതൊക്കെ ഒന്ന് ചിരട്ട എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മളത് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അത് ചങ്കളെ എന്താ അല്ലേ മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥാന്തരങ്ങൾ വന്നാലും പോയാലും പണിക്ക് പോകാൻ സമയമില്ല. രാവിലെ ഇരുന്നത് പിള്ളേർക്കുള്ള ചിരട്ട ചുരണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര IQ ലെവലുള്ള പിള്ളേർ. നമുക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ഓരോന്നൊക്കെ സ്കൂളിൽ ചെയ്ത് കാണിക്കണം. അപ്പം നമ്മൾ ഇതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യണ്ടേ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അറിയാമല്ലോ, ഒരു ബുക്കിൻ്റെ പുറകെ 4 വിഷയമൊക്കെയാണ്. നടുക്കുന്ന സൈഡിൽ നിന്ന് ഇംഗ്ലീഷ്, സെൻറ്ററിൽ നിന്ന് മലയാളം, ബാക്കിൽ നിന്ന് കണക്ക്. ലാസ്റ്റ് വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിടും. ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ഇപ്പോൾ അതേ ഇരുന്ന് അച്ഛന് ചിരട്ട ഇറണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസ്ഥാന്തരങ്ങളൊക്കെയാണെന്ന് ആലോചിച്ചാൽ എന്തായാലും കൊള്ളാം. പിള്ളേർ പൊളിയാണ്. പിള്ളേർ നമ്മളാരും വിചാരിച്ചാൽ ടാലൻ്റുള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവരുടെ കഴിവുകളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താലേ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളും ചെയ്ത് കൊടുക്കുന്നത്. അതിനുള്ള ടൂൾസൊക്കെ ഇന്നലെ വാങ്ങിച്ച് ബ്രഷ്, പേസ്റ്റ്, ഗമ്മ്, കത്രിക, ബ്ലേഡ്, സർവ്വ സാധനങ്ങളും ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ വേണം സ്കൂളിൽ. ഇപ്പോൾ എല്ലാം നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതെന്താണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നത്.